ഹരികൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രിയപ്പെട്ട അമ്മമാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എത്രയോ ഇരട്ടി പുണ്യമുള്ള, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു മഹാ ഏകാദശി വ്രതത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. പല അമ്മമാരും ഈയിടെയായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണിപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ ഈ പുരുഷോത്തമ മാസം അഥവാ അധിക മാസം എന്നുള്ളത്. പണ്ട് നമ്മളൊന്നും ഇങ്ങനെ ഒരു മാസത്തെക്കുറിച്ച് അത്രയൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ജ്യോതിഷപ്രകാരം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറാത്ത, അതായത് സംക്രാന്തി ഇല്ലാത്ത മാസത്തെയാണ് നമ്മൾ അധിക മാസം അഥവാ പുരുഷോത്തമ മാസം എന്ന് വിളിക്കുന്നത്. ഈ മാസത്തിന് നാഥനായി ആരുമില്ലാതെ ഇരുന്നപ്പോൾ സങ്കടപ്പെട്ടു വന്ന ഈ മാസത്തെ സാക്ഷാൽ മഹാവിഷ്ണു കൈപിടിച്ചുയർത്തി തന്റെ സ്വന്തം പേര് നൽകി അനുഗ്രഹിച്ചു. അതാണ് പുരുഷോത്തമ മാസം. ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നാമജപത്തിന് പോലും കോടി പുണ്യമാണ് ഭഗവാൻ നൽകുന്നത്. ചിന്തിച്ചു നോക്കൂ അമ്മമാരെ, ഒരു വശത്ത് ഈ അപൂർവമായ പുരുഷോത്തമ മാസത്തിന്റെ പുണ്യം, മറുവശത്ത് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയ് 16 വൈശാഖ മാസം കഴിഞ്ഞെങ്കിലും ഈ ഇടവ മാസത്തിലെ പൗർണമി, അതായത് മെയ് 31 വരെ വൈശാഖ പുണ്യത്തിന്റെ ആ സാന്നിധ്യവും ചൈതന്യവും പ്രകൃതിയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈശാഖ പുണ്യവും പുരുഷോത്തമ മാസത്തിന്റെ മഹാഭാഗ്യവും ഒത്തുചേരുന്ന ഈ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഏകാദശി എത്രത്തോളം ശക്തമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ഉന്നതിക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി ഭഗവാൻ തരുന്ന ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യമായി കണ്ട് പൂർണ്ണ മനസ്സോടെ ഈ പുരുഷോത്തമ ഏകാദശി വ്രതമെടുക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക കേട്ടോ. അമ്മമാരെ, പത്മപുരാണത്തിൽ പറയുന്ന നമ്മളിൽ പലരും അറിയാത്ത വളരെ വലിയൊരു സത്യമുണ്ട്. 3 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ പുരുഷോത്തമ മാസത്തെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നിസ്സാരമായിട്ട് കണ്ടാൽ വരും ജന്മങ്ങളിൽ വലിയ കർമ്മദോഷങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതിന് പുരാണം തരുന്ന തെളിവാണ് സാക്ഷാൽ ദ്രൗപദി ദേവിയുടെ ജീവിതം. ദ്രൗപദി തന്റെ മുജ്ജന്മത്തിൽ മേധാവി മഹർഷിയുടെ മകളായ മേധാവതിയായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കഠിനമായ ദുരിതങ്ങളിലൂടെയാണ് മേധാവതി കടന്നുപോയത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവരുടെ ആശ്രമത്തിൽ സാക്ഷാൽ ദുർവാസാവ് മഹർഷി എത്തിച്ചേരുകയാണ്. മേധാവതിയുടെ സങ്കടങ്ങൾ കണ്ട് മഹർഷി ഒരു പരിഹാരം ഉപദേശിച്ചു കേട്ടോ. മകളെ, ഇപ്പോൾ പ്രപഞ്ചത്തിൽ പുരുഷോത്തമ മാസം നടക്കുകയാണ്. ഈ മാസത്തിൽ നീ ഭഗവാനെ വിധിപ്രകാരം പ്രാർത്ഥിച്ചാൽ നിന്റെ സങ്കടങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് ദുർവാസാവ് മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അന്ന് മേധാവതി ആ പുണ്യമാസത്തിന്റെ മഹിമയെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിൽ അല്പം പുച്ഛത്തോടെയാണ് ചിന്തിച്ചത്. ഇങ്ങനെ ഒരു മാസത്തിന് ഇത്ര വലിയ മഹിമയോ എന്നവർ നിസ്സാരമായി കരുതി. മേധാവതിയുടെ മുഖത്തെ ആ പുച്ഛഭാവം കണ്ട് ക്ഷമാശീലനല്ലാത്ത ദുർവാസാവ് മഹർഷി ഉടൻ തന്നെ അവരെ ശപിക്കുകയുണ്ടായി. പിന്നീട് കണ്ണീരൊഴുക്കി ശാപമോക്ഷം വാങ്ങിയ മേധാവതി ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി ശിവഭഗവാനെ തപസ് ചെയ്യുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പരിഭ്രമത്തിൽ എനിക്ക് നല്ലൊരു ഭർത്താവിനെ വേണമെന്ന് 5 തവണ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു അത്രേ. മുജ്ജന്മത്തിൽ പുരുഷോത്തമ മാസത്തെ നിന്ദിച്ചതിന്റെ കർമ്മഫലവും ശിവഭഗവാനോട് 5 തവണ ചോദിച്ചതിന്റെ ഫലവുമായിട്ടാണ് ആ മേധാവതി അടുത്ത ജന്മത്തിൽ ദ്രൗപദിയായി ജനിച്ചതും ഒരേ സമയം 5 ഭർത്താക്കന്മാരുടെ പത്നിയാകേണ്ടി വന്നതും. ചിന്തിച്ചു നോക്കൂ അമ്മമാരെ, പുരാണം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. നമുക്ക് ആചാരങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ പുണ്യമാസത്തെ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മെയ് 27 ബുധനാഴ്ച വരാൻ പോകുന്ന ഏകാദശി പുരുഷോത്തമ ഏകാദശി, പത്മിനി ഏകാദശി അഥവാ കമല ഏകാദശി നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നോൽക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദോഷങ്ങളെ പോലും ഇല്ലാതാക്കാൻ പോകുന്ന മഹാ ഏകാദശിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ അമ്മമാരും എല്ലാവരും തന്നെ ഒരു ഏകാദശി ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ആദ്യം നോക്കുക? ആചാര്യന്മാർ പറയുന്നതോ ഇതുപോലെയുള്ള വീഡിയോസിലോ ഒന്നും ആവില്ല. നിങ്ങൾ പെട്ടെന്ന് പോയി കലണ്ടറിൽ നോക്കുമല്ലേ, നമുക്ക് ഷഷ്ടി ഉണ്ടോ ഏകാദശി ഉണ്ടോ എന്നാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ കലണ്ടറിലാവും അല്ലേ നോക്കുക. നമ്മളിപ്പോൾ കലണ്ടറിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് കാണാം മെയ് 26 ഏകാദശി തിഥി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 27 ഏകാദശി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും സജ്ജനങ്ങൾക്കിടയിൽ ഒരു സംശയം വരും, മെയ് 26 ആണോ മെയ് 27 ആണോ ഏകാദശി എന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഏകാദശി തിഥി ഒന്ന് പറയാം, നിങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 26 ചൊവ്വാഴ്ച അതിരാവിലെ 5:10 മുതൽ മെയ് 27 ബുധനാഴ്ച രാവിലെ 6:21 വരെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, മെയ് 26 തീയതിയാണ് ഏകാദശി തിഥി പൂർണ്ണമായിട്ടുള്ളത്. അതായത് അന്നേ ദിവസം 5:10 തന്നെ ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുകയാണ്.
ചൊവ്വാഴ്ച ദിവസം. എന്നിട്ട് മെയ് 27 രാവിലെ 6:21 വരെ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അതിവിശിഷ്ടമായി ഈ പത്മിനി ഏകാദശി വരുന്നത് മെയ് 27 ബുധനാഴ്ചയാണ് നമ്മൾ ആചരിക്കേണ്ടത്. മെയ് 27 ബുധനാഴ്ച രാവിലെ സൂര്യോദയ സമയത്ത് ഏകാദശി തിഥി കുറച്ച് സമയത്തേക്ക് ഉള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലായില്ലേ? എങ്കിലും അതിന് തൊട്ടു പിന്നാലെ വരുന്നത് മഹാപുണ്യമേറിയ മഹാദ്വാദശി യോഗമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏകാദശിയും ദ്വാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശി വ്രതം നോൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെയ് 27 ബുധനാഴ്ചയാണ് നമ്മൾ അതിവിശിഷ്ടമായി പുരുഷോത്തമ ഏകാദശി വ്രതം നോൽക്കേണ്ടതായിട്ടുള്ളത്. അതിശ്രേഷ്ഠമായ പുരുഷോത്തമ മാസം നടക്കുന്നു. അന്ന് വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ട ഏകാദശിയും മഹാദ്വാദശിയും കൂടി ഒത്തുചേർന്ന് വരുന്നു. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന പുരുഷോത്തമ മാസത്തില് ഈ യോഗം വരുന്നത് കോടി പുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അന്ന് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു തുളസിയില പോലും നിങ്ങളുടെ 7 തലമുറയിലെ ദോഷങ്ങളെയും പിതൃക്കളുടെ ശാപങ്ങളെയും അറുത്തുമാറ്റാൻ തക്ക ശക്തിയുള്ളതാണെന്ന്. കുടുംബത്തിൽ ഒടുങ്ങാത്ത കടബാധ്യതകൾ കൊണ്ട് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക്, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന അമ്മഹൃദയങ്ങൾക്ക് ദാരിദ്ര്യ ദുരിതങ്ങളിൽ നിന്ന് ഭഗവാൻ തരുന്ന ഏറ്റവും വലിയ ശാപമോക്ഷത്തിന്റെ ഒരു ദിവസവും കൂടിയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്കൊരു ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ ആ ഏകാദശി വ്രതം, ഏകാദശി തിഥി വരുന്ന ഒരു ദിവസം മാത്രമല്ല നമ്മൾ വ്രതം നോൽക്കുക എന്നതല്ലേ, 3 ദിവസത്തെ ഒരു തപസ്സാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 തിഥികളിലായിട്ടാണ് നമ്മൾ ഏതൊരു ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയ് 26 ഏകാദശി തിഥിയാണ്. എന്നിരുന്നാലും മെയ് 27 നമ്മൾ ഏകാദശിയും ദ്വാദശിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ദശമി എന്നാണ്. ദശമി ഉറപ്പായിട്ടും മെയ് 25 തിങ്കളാഴ്ചയാണ്. ഇതാണ് നിങ്ങൾ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ സമയത്ത് 4 ദിവസത്തോളം നമ്മൾ ഈ ഒരു വ്രതത്തിന്റെ പുണ്യതയിലാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും മറന്നു പോകാൻ പാടില്ല. ഒന്നും കൂടി ശ്രദ്ധിക്കുക, മെയ് 25 തിങ്കളാഴ്ചയാണ് ദശമി ദിവസം. മെയ് 26 ചൊവ്വാഴ്ച ഏകാദശി തിഥിയാണ്. പക്ഷെ അന്നല്ല നമ്മൾ ഏകാദശി വ്രതം ആചരിക്കേണ്ടത്. പിറ്റേ ദിവസം മെയ് 27 അതിരാവിലെ തിഥി തീരും ഏകാദശി. എങ്കിലും ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന മെയ് 27 ബുധനാഴ്ചയാണ് നമ്മൾ ഏകാദശി വ്രതം ആചരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ദശമി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മെയ് 25 തിങ്കളാഴ്ചയല്ലേ ചെയ്യേണ്ടത്. കാരണം ദശമി തിഥി അന്നാണ് വരുന്നത്. ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ദശമി തൊട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? സാധാരണ നോൺ വെജ് പാടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പകൽ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അമ്മമാർക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഈ 4 ദിവസവും പകലൊന്നും ഒട്ടും ഉറങ്ങല്ലേ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നോൺ വെജ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലെടുക്കുമല്ലോ, നമ്മൾ സാധാരണ ഏകാദശിയുടെ തലേ ദിവസമല്ലേ ഒരിക്കലെടുക്കുക, ദശമിക്കല്ലേ ഒരിക്കലെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയായ മെയ് 25 വേണ്ടി ഒരിക്കലെടുക്കാനായിട്ട് ഇതെല്ലാം നിങ്ങൾ കണക്കിലെടുക്കണം. ഇതെല്ലാം കണക്കിലെടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും സാഹചര്യവും കൂടി കണക്കിലെടുക്കണം എന്നതും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മെയ് 26 പുലർച്ചെ മുതൽക്കേ ഏകാദശി തിഥി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരുക്കങ്ങൾ മെയ് 25 തിങ്കളാഴ്ച, അതായത് ദശമി ദിവസം തന്നെ തുടങ്ങണം. പല അമ്മമാരും വരുത്തുന്ന ഒരു തെറ്റുണ്ട്, ഏകാദശി ദിവസമായിരിക്കും പൂജയ്ക്ക് വേണ്ടി തുളസിയില നുള്ളാനായിട്ട് നമ്മൾ ഓടി ചെല്ലുക. പക്ഷെ അമ്മമാർക്കൊന്നും അങ്ങനെ തെറ്റാറില്ല അല്ലെ. എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒപ്പം തന്നെ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസി ദേവി ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട് എന്ന് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഒരു പ്രാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തലേ ദിവസമാണെന്നും പറഞ്ഞ് മെയ് 26 നമുക്ക് ഓടിപ്പോയി തുളസിയില നുള്ളാൻ പാടില്ല. കാരണം മെയ് 26 അതിരാവിലെ തന്നെ ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഏകാദശി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട പൂജകൾക്കും ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ള തുളസി ഇലകൾ മെയ് 25 തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് മുൻപ് തന്നെ നുള്ളി അത് ഒരു വാടാതെയൊക്കെ സൂക്ഷിച്ചു വെക്കുക ഒരു പാത്രത്തിൽ. നിങ്ങൾ എങ്ങനെയാ ചെയ്യാ വെച്ചാൽ അതങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മെയ് 25 തിങ്കളാഴ്ച ത്രിസന്ധ്യയ്ക്ക് മുൻപ് തന്നെ നമ്മൾക്ക് ഈ വ്രതത്തിന് ആവശ്യമായ തുളസി ഇലകളെല്ലാം തന്നെ നുള്ളി വെക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അന്നേ ദിവസം ദശമി ദിവസം രാത്രിയിൽ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിച്ച് പൂർണ്ണ ബ്രഹ്മചര്യത്തോടെ ഭഗവാനെ ധ്യാനിച്ചു വേണം ഉറങ്ങാൻ കിടക്കാനായിട്ട്. ഇനി നമ്മൾ മെയ് 26 ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്.
നമ്മൾക്കറിയാം പിറ്റേ ദിവസമാണ് നമ്മൾ ഏകാദശി വ്രതം നോൽക്കാൻ പോകുന്നത്. എങ്കിലും അതിരാവിലെ ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നമ്മളുടെ മനസ്സിൽ പൂർണ്ണ ബോധ്യം വേണം. അതായത് ഏകാദശി ദിവസമായ പിറ്റേ ദിവസത്തിൽ നമ്മൾ എന്തെല്ലാം ആചരിക്കാൻ പോകുന്നുവോ, എന്തെല്ലാം ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ, അതെല്ലാം തന്നെ തലേ ദിവസമായ മെയ് 26 ചൊവ്വാഴ്ചയും നമ്മൾ ആചരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അന്നേ ദിവസം അതിരാവിലെ തന്നെ ഏകാദശി തിഥി ആരംഭിച്ചിട്ടുണ്ട്. ഏകാദശി ദിവസം നമ്മൾക്കറിയാം നമ്മൾ അരി ആഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മെയ് 26 ചൊവ്വാഴ്ച അരി ആഹാരം പാടില്ല, പ്രഭാത ഭക്ഷണമായിട്ടും പാടില്ല, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനും പാടില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 ദിവസം പൂർണ്ണമായിട്ടും അരി ആഹാരം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മെയ് 26 ചൊവ്വാഴ്ചയും മെയ് 27 ബുധനാഴ്ചയും. ഗോതമ്പും പാടില്ല എന്ന് പറയുന്നേ അല്ലേ ഏകാദശി വ്രതത്തിന്. പക്ഷേ എല്ലാം അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ നമ്മൾക്ക്? ഇല്ലല്ലോ. അതുകൊണ്ട് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, അത് സാരമില്ല. അപ്പൊ തലേ ദിവസമായ മെയ് 26 ചൊവ്വാഴ്ചയും പൂർണ്ണമായിട്ടും അരി ആഹാരം ഒഴിവാക്കണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി മെയ് 26 ചൊവ്വാഴ്ച ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഏകാദശി ദിവസമായ മെയ് 27 പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ച് നമ്മൾ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക. ഏകാദശി തിഥി ആരംഭിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അതായത് ഏകാദശി ദിവസം നമ്മൾ സാധാരണ നെയ്വിളക്ക് സമർപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഭഗവാന്റെയും ദേവിയുടെയും മുൻപിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുക കേട്ടോ, ഏറ്റവും ഐശ്വര്യമാണ്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഏകാദശി വ്രതം എടുക്കുന്നതിൻ്റെ അനുഗ്രഹവും അനുവാദവും ഒക്കെ ഭഗവാനോട് ചോദിക്കാം. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ അമ്മ മനസ്സുകളിൽ ഏറ്റവും ശക്തമായി ഈ ഒരു സമയത്ത് നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും മിക്ക അമ്മമാർക്കും മക്കളെ ചൊല്ലിയായിരിക്കും ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതല്ലേ. ആ മക്കളെ കുറിച്ചിട്ടുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും നല്ലൊരു ജോലി ലഭിക്കണമെന്നാവും, നല്ലൊരു വിവാഹം ലഭിക്കണമെന്നാകും. ഇനി കടബാധ്യതകളാലൊക്കെ മക്കൾ ഒരുപാട് വിഷമിക്കുന്നവരുണ്ടാവും. അവരുടെ ആ ഒരു ദുരിതങ്ങളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ടാവും. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാവും. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാവും. അങ്ങനെ എന്തൊരു വിഷമങ്ങളിലൂടെയാണ് അമ്മ മനസ്സ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ആ ഒരു സങ്കടങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് കേട്ടോ. മെയ് 26 ചൊവ്വാഴ്ച ഈ നെയ്വിളക്ക് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന് ഈ ഒരു പുരുഷോത്തമ മാസത്തിൻ്റെ പുണ്യതയിൽ ഈ പുരുഷോത്തമ ഏകാദശി ദിവസം തീർച്ചയായിട്ടും അമ്മ മനസ്സുകളുടെ വിഷമങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സിലും നാവിലും നാരായണ നാമത്താൽ നിറയണം. പകലുറക്കം പാടില്ല, എണ്ണ തേച്ച് കുളി പാടില്ല. രാത്രിയിൽ നമ്മൾക്ക് അന്നേ ദിവസം പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം. അന്ന് തറയിൽ കിടന്നുറങ്ങണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത് അല്ലേ. തലേ ദിവസം വ്രതത്തിന്റെ ഈ ഒരു ചിട്ടകളെല്ലാം തന്നെ അത് ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാഹചര്യം എന്നിവയൊക്കെ നോക്കിയിട്ട് വേണം വ്രതത്തിലെ ചിട്ടകളെല്ലാം നമ്മൾ ക്രമപ്പെടുത്താനായിട്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ശരീരം നോക്കണം, അതിനുശേഷം വേണം ഭക്തിയും ഭഗവാനുമെല്ലാം. ഭഗവാൻ ഇതെല്ലാം അറിയാം. നമ്മുടെ മനസ്സ്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ആദ്യം അറിയുന്നത് ആരാ? ഭഗവാനാണല്ലേ. അപ്പൊ ഭഗവാൻ ഇതെല്ലാം അറിയുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ ഒരു ആരോഗ്യം അനുസരിച്ചിട്ട് വേണം ആഹാരകാര്യം വ്രതത്തിൽ ചിട്ടപ്പെടുത്താനെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്. ഇനി ഏകാദശി ദിവസം, അതായത് മെയ് 27 ബുധനാഴ്ച അതിരാവിലെ എഴുന്നേൽക്കുക. എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്രവസ്ത്രം ധരിക്കുക. മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതല്ലേ മഞ്ഞ നിറം. അതുകൊണ്ടൊരു മഞ്ഞ വസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിലും സാരമില്ല, വൃത്തിയുള്ളൊരു വസ്ത്രം ധരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾക്ക് സാധാരണ പോലെ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്താം. തലേ ദിവസം ചെയ്തതുപോലെ തന്നെ ഭഗവാന് ഒരു ചെറിയ ശിരാതിൽ നമുക്ക് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു നിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അപ്പം നമ്മൾ ദശമി ദിവസം നേരത്തെ നുള്ളി വെച്ച പവിത്രമായ തുളസി ഇലകൾ കൊണ്ട് ഭഗവാൻ അർച്ചന നടത്താം. ഈ ഒരു സമയത്ത് അന്നത്തെ ദിവസം പൂർണ്ണമായും നിർജ്ജലമായോ, അതായത് വെള്ളം പോലും കുടിക്കാതെ അല്ലെങ്കിൽ തുളസി തീർത്ഥം മാത്രം കഴിച്ചോ വ്രതം നോൽക്കാം. നിങ്ങളുടെ മക്കളുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുക കേട്ടോ. എൻ്റെ കണ്ണ, എൻ്റെ ഭഗവാനെ, എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ആയുസ്സും നൽകണേ, ഈ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറ്റണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈ പുരുഷോത്തമ മാസത്തിൽ അത് കേൾക്കാൻ സാക്ഷാൽ പുരുഷോത്തമനായ വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.
ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും 33 എന്ന സംഖ്യയുമായി വളരെയധികം ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് 33 എന്നറിയാമോ? നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിലുള്ള 30 മുക്കോടി ദേവതമാരുടെ, അതായത് 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, 8 വസുക്കൾ, 2 അശ്വിനി ദേവന്മാർ എന്നിവരടങ്ങുന്ന ദേവതാ സമൂഹം അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കാൻ വേണ്ടിയാണ് ഈ 33 എന്ന കണക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഏകാദശി ദിവസം, അതായത് മെയ് 27 ബുധനാഴ്ച, സാധിക്കുന്ന അമ്മമാരെല്ലാവരും തന്നെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ 33 ദീപങ്ങൾ, അതായത് മൺചിരാതുകൾ നെയ്യ് ഒഴിച്ച് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ എല്ലാ ദാരിദ്ര്യവും കടങ്ങളും മാറാൻ വളരെയധികം ഉത്തമമാണ്. ഇനിയും അന്നേ ദിവസം ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. സാധിക്കുന്നവർ 33 എണ്ണത്തിൽ, അതായത് 33 ഉണ്ണിയപ്പമോ അല്ലെങ്കിൽ 33 പഴങ്ങളോ ഒക്കെ ഭഗവാന് ഒരു നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഇനി അന്നേ ദിവസം നമ്മൾക്കറിയാം, ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാണ് എന്ന് നമ്മൾക്കറിയാം. ഇനി അത് സാധിക്കാത്തവരും വിഷമിക്കേണ്ട. ഈ പുരുഷോത്തമ മാസത്തിന്റെ പുണ്യത പൂർണ്ണമായിട്ടും ലഭിക്കാൻ വേണ്ടി ഭഗവാനെ ധ്യാനിച്ച് ചൊല്ലാൻ പറ്റിയ മനോഹരമായ ഒരു 4 വരി മന്ത്രമുണ്ട്. ഈ ഒരു മന്ത്രം ഏകാദശി ദിവസം 33 തവണ ജപിക്കാൻ ശ്രമിക്കുക, വളരെ ഐശ്വര്യമാണ്. മന്ത്രം ഇതാണ്: ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഈ മന്ത്രം ചൊല്ലി നമ്മൾ ഭഗവാനെ വിളിച്ചാൽ സർവചരാചരങ്ങളുടെയും നാഥനായ ആ ഗോവർദ്ധനധരൻ നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. ഇനിയും ഈ ഒരു ദിവസം നമ്മൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് വൈകിട്ട് ഭഗവാന് മുന്നിൽ ശുദ്ധമായി നെയ്വിളക്ക് സമർപ്പിക്കുന്നത്, അതായത് 33 നെയ്വിളക്കുകൾ നമ്മൾ സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഈ പുരുഷോത്തമ മാസത്തിന്റെ പുണ്യത്തിൽ 33 എന്നുള്ളൊരു സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് 33 ചിരാതിൽ നമ്മൾക്ക് നെയ്വിളക്കായിട്ട് സമർപ്പിക്കാൻ കഴിയുന്നവര് അങ്ങനെ ഒന്ന് സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണെന്ന് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഭഗവത്ഗീത പാരായണത്തെക്കുറിച്ചും പറയണം. ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗം ദിവസവും വായിക്കുന്നത്, അതായത് ഈ പുണ്യമാസത്തില് ദിവസവും വായിക്കുന്നത് അതിപുണ്യമാണ്. അത് പറ്റില്ലാച്ചാൽ നമ്മൾ ഈ ഏകാദശി ദിവസമെങ്കിലും ഇത് ചെയ്താൽ ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ ഭഗവാന് തുളസി മാല സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അന്നേ ദിവസം തുളസി തറയ്ക്ക് മുന്നിൽ 4 തവണ പ്രദക്ഷിണം വെക്കാം, ദേവിക്കൊരു നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട്. പ്രദക്ഷിണം വെക്കുമ്പോൾ പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം എന്ന തുളസി ദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസി ദേവിക്ക് 4 തവണ പ്രദക്ഷിണം വെക്കുക. ഇനി അന്നേ ദിവസം പൂജാമുറിയിൽ ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് 33 തവണ സാഷ്ടാംഗം പ്രണമിക്കുന്നത് നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ അന്നേ ദിവസം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഒരുപാട് പുണ്യമാണ്. ഭഗവാന്റെ മൂലം മന്ത്രങ്ങളായ അഷ്ടാക്ഷരി മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓം നമോ നാരായണായ. ദ്വാദശാക്ഷരി മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ 108 തവണ ജപിക്കുന്നത് സർവശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ, നാമങ്ങൾ, അതെന്ത് തന്നെ ആയാലും അന്നേ ദിവസം മുഴുവൻ നമ്മുടെ ചിന്തകളിലും മനസ്സിലും എല്ലാം നിറയ്ക്കണം. ഇതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണ്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. ഇനി നമുക്കറിയാം, ഏകാദശി വ്രതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഭഗവാൻ ലക്ഷ്മി ദേവിക്കൊപ്പം ഭൂമിയിൽ അതിശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. ഈ മഹാ ഏകാദശി വ്രതത്തിന്റെ, അതായത് പുരുഷോത്തമ വ്രതത്തിന്റെ ഹരിവാസര സമയം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. മെയ് 27 ബുധനാഴ്ച പുലർച്ചെ 12:47 മുതൽ ഉച്ചയ്ക്ക് 12:46 വരെയാണ് അതിവിശിഷ്ടമായ ആ ഒരു ഹരിവാസര സമയം എന്ന് പറയുന്നത്. അമ്മമാരെല്ലാവരും തന്നെ മനസ്സറിഞ്ഞ് ഭഗവാനെ ഈ ഒരു സമയത്ത് പൂർണ്ണ ഉപവാസത്തോടെ അഖണ്ഡ നാമജപത്തോടെ വിളിച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തും ഭഗവാൻ കൈവെള്ളയിൽ തരുന്നൊരു അപൂർവ നിമിഷവും കൂടിയാണിത്. ഈ ഒരു സമയത്ത് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും പുണ്യമാണ്. ആ ഒരു സമയത്ത് എല്ലാവരും അതിനൊന്ന് ശ്രമിക്കേട്ടോ. ഇനി പിറ്റേ ദിവസം മെയ് 28 വ്യാഴാഴ്ച, അന്നാണ് നമ്മൾക്ക് പാരണ വീടേണ്ട ദിവസം. മലരും തുളസിയിലെയും ഇട്ട് തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. അതിവിശിഷ്ടമായി പുരുഷോത്തമ ഏകാദശിയുടെ പാരണാ സമയം എന്ന് പറയുന്നത് മെയ് 28 വ്യാഴാഴ്ച രാവിലെ 5:25 മുതൽ 7:56 വരെയുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ
മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ചിട്ട് നമ്മൾ പാരണ വീടേണ്ടതായിട്ടുണ്ട്. ഭഗവാന് തുളസി തീർത്ഥവും നിവേദ്യവും സമർപ്പിച്ച ശേഷം അത് കഴിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ, സജ്ജനങ്ങളെ, ഇത്രയും ചിട്ടയോടും കൃത്യതയോടും കൂടി നമ്മൾ ഈ അതിവിശിഷ്ടമായ പുരുഷോത്തമ ഏകാദശി അഥവാ പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ വൈശാഖ പുണ്യത്തിൻ്റെയും പുരുഷോത്തമ മാസത്തിൻ്റെയും അനുഗ്രഹം ഒത്തുചേർന്ന് നമ്മുടെ കുടുംബത്തിൽ വലിയൊരു അത്ഭുതം ഭഗവാൻ കാട്ടിത്തരാൻ പോകുന്നു എന്നൊരു സത്യത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. ഈ വരുന്ന മെയ് 26, 27 തീയതികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ദിവസങ്ങളാക്കി മാറ്റുക. ഈ വലിയ അറിവ് നിങ്ങളുടെ മനസ്സിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഏകാദശി വ്രതം നോൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പൂർണ്ണ മനസ്സോടെ ഒന്ന് കുറിക്കുക കേട്ടോ. ഭഗവാൻ തീർച്ചയായിട്ടും അത് കാണും. എല്ലാവർക്കും പുരുഷോത്തമൻ്റെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്നുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.